ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്ന കക്ഷികളുണ്ട്. അപ്പോൾ ഇവരിൽ ആരാണ് ശരിയായത് എന്നെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? കാരണം അധികം മുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ട് ഈ വിഷയത്തിൽ. എല്ലാ സംഘടനകളും എല്ലാ കക്ഷികളും പറയും നമ്മളാണ് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ എന്ന് എല്ലാവരും പറയും. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാവരും ഖുർആനും ഹദീസും തന്നെ ഉദ്ധരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ആശയക്കുഴപ്പം മാറ്റാൻ സാധിക്കുക? അപ്പോൾ എങ്ങനെയാണ് മുസ്ലിം ഐക്യം സാധ്യമാവുക? ബാറക്കല്ലാഹു ഫീക്കും. കാരണം അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, വലാ തഫറഖു വലാ തതഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന്. അപ്പോൾ മുസ്ലിങ്ങൾ എങ്ങനെ ഐക്യപ്പെടും? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഇറങ്ങിയതിന് സാക്ഷികളായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ് റളിയല്ലാഹു അൻഹും. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ഖുർആൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുന്നതും അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്, വഹി ഇറങ്ങിയത്. അവർക്ക് അറബി ഭാഷയും അറിയാം. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അള്ളാഹു ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്ത് ഖിയാമയിൽ അള്ളാഹു പറഞ്ഞു, 19-ാം വചനം നോക്കുക. ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. ഞാൻ നിനക്ക് ഖുർആൻ ഓതി തന്നാൽ അത് പിൻപറ്റ, പിന്നെ അത് വിശദീകരിച്ച് തരേണ്ട ബാധ്യത നമുക്കാണ്. അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരൽ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വിശദീകരിക്കുമ്പം, വ്യാഖ്യാനം പറയുമ്പം സ്വാഭാവികമായിട്ടും ഓരോ പദത്തിൻ്റെയും അർത്ഥവും പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറബി അറിയാം. ബാറക്കല്ലാഹു ഫീക്കും. എഴുതാൻ അറിയില്ലെങ്കിലും അറബി ഭാഷ അറിയാം. പക്ഷേ ഖുർആനിൻ്റെ പദങ്ങളുടെ അർത്ഥം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അത് അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് സുമ്മ ഇന്ന അലൈന ബയാന. അതിൻ്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആനിൻ്റെ ചില പദങ്ങൾ ഡിക്ഷണറിയായിട്ട് യോജിച്ച് പോകാം, പക്ഷെ ചില പദങ്ങൾ ഡിക്ഷണറിയായിട്ട് യോജിച്ച് പോവുകയില്ല. അതുകൊണ്ട് ഡിക്ഷണറി നോക്കിയിട്ടല്ല ഖുർആനിൻ്റെ അർത്ഥം പഠിക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിശദീകരണം പറഞ്ഞു കൊടുക്കുമ്പോൾ, ആയത്തുകളുടെ വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം, അപ്പോൾ അതിൻ്റെ കൂടെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പം, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയാണ് ഇത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കൽ. ഇത് സൂറത്തുൻ നഹ്ൽ 44 കാണാം, വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു. ലിതുബയ്യിന ലിന്നാസ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബയാൻ ചെയ്തത് ലിതുബയ്യിന ലിന്നാസ്, അന്നത്തെ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അള്ളാഹ് എന്ത് അർത്ഥം പറഞ്ഞു കൊടുത്തോ, അള്ളാഹ് എന്ത് വിശദീകരണം പറഞ്ഞു കൊടുത്തോ, അത് അന്നത്തെ ജനങ്ങൾ, അത് ആരായിരുന്നു? ഈ വചനം ഇറങ്ങുമ്പോൾ അന്നത്തെ ജനങ്ങൾ ആരായിരുന്നു?
അത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ? മാറ്റം വരുത്താൻ പറ്റൂല. അതിനെതിരായിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല. ഇത് അള്ളാഹു സൂറത്തുൽ ഹാക്കിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. വലൗ തഖബ്ബല അലൈന ബാദൽ അഖാവീൽ. ഇനി ഈ വചനങ്ങളെ ആരെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ ലാഖസ്ന മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതന മിൻഹുൽ വതീൻ. വലത് കൈകൊണ്ട് ഞാൻ അവനെ പിടിച്ച് അവൻ്റെ ജീവനാടി ഞാൻ വെട്ടും. ബാറക്കല്ലാഹു ഫീക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുന്നത്. അപ്പോൾ അള്ളാഹു പറഞ്ഞ അർത്ഥവും വ്യാഖ്യാനത്തിനും എതിരായിട്ട് ഇനി ആർക്കും സംസാരിക്കാൻ പറ്റൂല. അത്രക്കും കഠിനമായ പ്രയോഗങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചത്. അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അള്ളാഹു വലത് കൈ കൊണ്ട് പിടിച്ചിട്ട് അവൻ്റെ ജീവനാടി വെട്ടും എന്നാണ് സൂറത്തുൽ ഹാക്കിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇത് അള്ളാഹു സംരക്ഷിക്കും. ഇന്നാ നഹ്നു ലഹാഫിദൂൻ. ഇത് നമ്മൾ ഈ സിക്ർ നമ്മൾ സംരക്ഷിക്കും. ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും. ഇത് 15-ാം അധ്യായം 9-ാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനം, വിശദീകരണം, പദങ്ങളുടെ അർത്ഥങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു റളിയല്ലാഹു അൻഹും. അങ്ങനെ അള്ളാഹു അത് സംരക്ഷിച്ചു. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ അത് അള്ളാഹു സംരക്ഷിക്കുമ്പോൾ എവിടെയാണ് സത്യം കിടക്കുന്നത്? എവിടെയാണ് അള്ളാഹുവിൻ്റെ വ്യാഖ്യാനം കിടക്കുന്നത്? അത് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറുകളിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും പറയാണ്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അങ്ങനെയല്ല, അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, അങ്ങനെയല്ല. നമുക്കെടുക്കാൻ പറ്റുമോ? ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം അത് അള്ളാഹു പറഞ്ഞതിന് എതിരാണ്. അപ്പോൾ എങ്ങനെ എടുക്കുക? അത് കോമൺ സെൻസാണ്. നമ്മളൊരിക്കലും അള്ളാഹു പറഞ്ഞ വ്യാഖ്യാനത്തിനോ അള്ളാഹു പറഞ്ഞ ആ അറബി പദത്തിനുള്ള അർത്ഥത്തിന് വ്യത്യസ്തമായിട്ട്, വൈരുദ്ധ്യമായിട്ട് പിന്നീട് വന്ന ഒരാൾ പറയാണ്, അയാൾ എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളായിക്കോട്ടെ, അതെടുക്കാൻ പറ്റൂല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവർ, പിന്നെ തഫ്സീറിൻ്റെ ഇമാമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ വിവിധ സഹാബാക്കൾ പറയാണ്, ഖുർആനിൻ്റെ ഈ പദത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ്, ഒരു ഖുർആൻ മനഃപ്പാടാക്കിയ ആൾ പറയാണ്, എന്ത്? അല്ലല്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു മുസ്ലിം എടുക്കും? ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് സഹാബത്തിൻ്റെ തഫ്സീറിലാണ് സത്യം കിടക്കുന്നത്. അങ്ങനെയാണ് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം നീങ്ങുക. അപ്പോൾ ഏതൊരു കക്ഷിയാകട്ടെ, ഏതൊരു സംഘടനയാകട്ടെ, നമ്മൾ പരിശോധിക്കേണ്ടത് ആര് പറഞ്ഞതാണ് സഹാബത്തിൻ്റെ തഫ്സീറിനോട് യോജിക്കുന്നത്, അവരാണ് ശരിയായ കക്ഷി, സിറാത്തുൽ മുസ്തഖീം, നേരെ ചൊവ്വായ പാതയിലുള്ള കക്ഷി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സഹാബത്തിനെ റളിയല്ലാഹു അൻഹു പിൻപറ്റണം എന്ന് അള്ളാഹു വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പിൻപറ്റിയിട്ടില്ലെങ്കിൽ നരകത്തിലിട്ട് കരിച്ചു കളയും എന്നും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബ 9-ാം അധ്യായം 100-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യമായി മുൻകടന്നു വന്നവർ, അതായത് ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവർ, മുഹാജിറുകൾ, അൻസാറുകൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവർ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ ആ മുഹാജിറുകളെ സഹായിച്ചവർ, മദീനക്കാർ. അതാണ് മുഹാജിറുകളും അൻസാറുകളും. വല്ലദീന തബിഊഹും ബിഇഹ്സാൻ, പിന്നെ ആരൊക്കെ കൃത്യമായി അവരെ പിൻപറ്റിയോ. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളും പിന്നെ കൃത്യമായി അവരെ പിൻപറ്റിയവരും അവർക്കാണ് സ്വർഗം എന്ന് അല്ലാഹു ഈ ആയത്തിൽ പറയാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടു. സാലിക്കൽ ഫൗസൽ അലീം, അവർക്കാണ് മഹത്തായ വിജയം. അപ്പോൾ ഇവിടെ എന്താണ്, സഹാബാക്കൾ മുഴുവൻ പെട്ടു. ഈ ആയത്തിറങ്ങുമ്പോഴുള്ള മുഹാജിറുകളും അൻസാറുകളും അല്ലാത്ത പിന്നീട് വന്ന സഹാബാക്കൾ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അടക്കം പെട്ടു. കാരണം എന്താ, വല്ലദീന തബിഊഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരൊക്കെ അവരെ പിൻപറ്റിയോ, മുഹാജിറുകളും അൻസാറുകളും. അപ്പോൾ ആ സഹാബാക്കളിൽ മുആവിയ റളിയല്ലാഹു അൻഹു പെട്ടു, എല്ലാവരും പെട്ടു, നമ്മളും പെട്ടു. നമ്മൾ അവരെ കൃത്യമായി പിൻപറ്റിയാൽ അവർക്കാണ് എന്ത്, സ്വർഗം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സൂറത്ത് നിസായിലെ 115 അള്ളാഹു പറയുന്നത്, വമൻ യുശാഖിഖി റസൂല, ആരെങ്കിലും റസൂലിനെതിരെ പ്രവർത്തിച്ചു, എതിരെ തിരിഞ്ഞു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, വ്യക്തമായ മാർഗദർശനം ലഭിച്ചതിന് ശേഷം. അപ്പോൾ ഹക്ക് മനസ്സിലായിട്ടും സത്യം മനസ്സിലായിട്ടും, അതായത് അവർക്ക് ദഅവത്തെത്തി, സത്യം എന്താണെന്ന് ബോധ്യമായി, എന്നിട്ടും റസൂലിനെതിരെ തിരിഞ്ഞു. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളിലല്ലാത്തൊരു മാർഗം അവർ പിൻപറ്റി, ഒരു വഴി അവർ പിൻപറ്റി. അപ്പോൾ ഈ വചനം ഇറങ്ങുമ്പോഴുള്ള സത്യവിശ്വാസികൾ ആരാ, അത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ സഹാബത്തും ഉൾപ്പെട്ടു, ആരും ഒഴിവായിച്ചില്ല. അപ്പോൾ സഹാബാക്കളുടെ അല്ലാത്തൊരു വഴി പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അപ്പോൾ അവർ ഏത് വഴിയിലാണ് പോയത്, അതായത് സഹാബത്തിൻ്റെതല്ലാത്ത ഏത് വഴിയിലാണോ അവർ പോയത്, അവരെ ആ വഴിയിലേക്ക് തിരിച്ചുവിട്ട് നരകത്തിലിട്ട് കരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സഹാബത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ്. പിൻപറ്റിയിട്ടില്ലെങ്കിൽ നരകത്തിലായിരിക്കും, നരകത്തിലിട്ട് കരിച്ചു കളയുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൽ അഖീദയിലും വിശ്വാസത്തിലും മന്നജിലും അഥവാ രീതിശാസ്ത്രം, ഓരോ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, അതായത് ദഅവത്ത്, ജിഹാദ് പോലത്തെ കർമ്മങ്ങൾ, അതിൻ്റെ രീതിശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻഹജ്, അതിലെന്താക്കാൻ പാടില്ല, അതിലെന്താണ് സഹാബത്ത് ഭിന്നിച്ചിരുന്നില്ല, മൻഹജിലോ വിശ്വാസത്തിലോ. അതുകൊണ്ട് അതിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ശാഖാപരമായ കാര്യങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ ഇസ്തിഹാദ് ശരിയായാൽ ഒരു പ്രതിഫലവും, ഇസ്തിഹാദ് ശരിയായാൽ 2 പ്രതിഫലവും, ഇസ്തിഹാദ് തെറ്റിയാൽ 1 പ്രതിഫലവുമാണ്. പക്ഷേ ശാഖാപരമായ കാര്യത്തിൽ ഷർറ് പറഞ്ഞിട്ടില്ല അല്ലാഹു. നരകത്തിലാണെന്നൊന്നും അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. പിന്നെയോ ശരിയായ 2 പ്രതിഫലമുണ്ട്, തെറ്റിയാൽ 1 പ്രതിഫലമുണ്ട്, ഷർറില്ല. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ വിശ്വാസവും മന്നജും തെറ്റാൻ പാടില്ല. സഹാബാക്കളുടെ വിശ്വാസം എന്തായിരുന്നു, സഹാബാക്കളുടെ മന്നജ് എന്തായിരുന്നു റളിയല്ലാഹു അൻഹു, അതിനോട് നമ്മൾ ഐക്യപ്പെടൽ നിർബന്ധമാണ്. അപ്പോൾ ഏത് കക്ഷിയാണ് സഹാബത്തിൻ്റെ വിശ്വാസത്തിൽ ഐക്യപ്പെട്ടത്, ഏത് കക്ഷിയാണ് സഹാബത്തിൻ്റെ റളിയല്ലാഹുവിൻ്റെ മൻഹജിൽ ഐക്യപ്പെട്ടത്, അതാണ്
യഥാർത്ഥ സത്യത്തിൻ്റെ കക്ഷി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ അഖീദ, വിശ്വാസം, പിന്നെ മൻഹജ്, രീതിശാസ്ത്രം എന്നിവയുടെ വിജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്വീകരിക്കാതെ പിന്നീട് വന്നവരുടെ അഭിപ്രായങ്ങൾ, ചിന്തകൾ, രീതികൾ സ്വീകരിച്ചതാണ് അനൈക്യത്തിനും കക്ഷിത്വത്തിനും ബിദ്അത്തുകൾക്കും അഥവാ പുത്തൻ ആചാരങ്ങൾക്കും ഇന്ന് നാം കാണുന്ന വിവിധ സംഘടനകളും കക്ഷികളും ഉടലെടുത്തതിനും മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പത്തിനും ഛിദ്രതക്കും ഭിന്നിപ്പിനും അനൈക്യത്തിനും കാരണമായത്. അപ്പോൾ ഐക്യത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസത്തിലും മന്നജിലുമായിരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ബിദ്അത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാ ജുമാൻ്റെ കുത്തുബുകളിലും, എല്ലാ നിക്കാഹിൻ്റെ കുത്തുബുകളിലും, എല്ലാ ദർസ് ആരംഭിക്കുമ്പോഴും പറയുന്നതാണ് ബിദ്അത്തിനെ കുറിച്ചുള്ള താക്കീത്. ബാറക്കല്ലാഹു ഫീക്കും. അതായത് പുതിയ ആചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്ത് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാത്ത പുതിയത് ദീനിൽ കൊണ്ടുവന്ന് അത് ദീനാണെന്ന് പറയുക. അതായത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്ത് റളിയല്ലാഹു അൻഹു ചെയ്യാൻ പറ്റിയൊരു കാര്യം, ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം അന്നവർ ചെയ്തിരുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു, പക്ഷെ അത് ചെയ്തിരുന്നില്ല. ഇന്ന് നമ്മളത് ചെയ്യുക ദീനാണെന്ന് പറഞ്ഞിട്ട്. അതാണ് പുതിയ ആചാരം, ബിദ്അത്തുകൾ. ഈ ബിദ്അത്തുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്തുകൾ വരുന്നതിന് മുമ്പ് തന്നെ നിരന്തരം ഈ താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്നും ഈ താക്കീത് നമ്മൾ നൽകുന്നു. നിക്കാഹിൻ്റെ കുത്തുബയിലും ജുമാൻ്റെ കുത്തുബയിലും പിന്നെ എല്ലാ ദർസ് തുടങ്ങുമ്പോഴും. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ പുത്തനാചാരങ്ങളും ദുർമാർഗമാണ്. കുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദുർമാർഗവും നരകത്തിലാണ് എന്ന താക്കീത്. ഇതെല്ലാ സംഘടനകളും പറയുന്നുണ്ട്, എല്ലാ കക്ഷികളും പറയുന്നുണ്ട്. പക്ഷേ ഇത് പഠിപ്പിക്കപ്പെടുന്നില്ല എന്താണ് ബിദ്അത്തുകൾ എന്ന്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് മിക്ക സംഘടനകളിലും കക്ഷികളിലും ബിദ്അത്തുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? കുല്ലു ബിദ്അത്തിൻ ദലാലത്ത്, എല്ലാ പുതിയ ആചാരങ്ങളും ദുർമാർഗമാണ്. കുല്ലു എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പറയണമെങ്കിൽ ഇങ്ങനെ പറയണം, കുല്ലു ബിദ്അത്തിൻ ദലാല ഇല്ല എന്ന് പറഞ്ഞിട്ട് നല്ല ബിദ്അത്തുകളാകാം എന്ന് പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നെ ഇത് ഒന്നും കൂടി വ്യക്തമാക്കാൻ പറ്റും. പിന്നെ ഈ കക്ഷികളെക്കുറിച്ച് പറയുമ്പം, ഭിന്ന കക്ഷികളെ കുറിച്ച് പറയുമ്പം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 113. ബാറക്കല്ലാഹു ഫീക്കും. ലാ യസാലൂന മുഖ്തലിഫീന, ഈ സമൂഹത്തെക്കുറിച്ച് പറയാണ്. അള്ളാഹു ഇങ്ങനെ അള്ളാഹു പറയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ സമൂഹത്തെ അള്ളാഹു പിന്നെ ഒറ്റ സമുദായമാക്കുമായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് വലാ യസാലൂന മുഖ്തലിഫീന, എന്നാൽ അവർ ഭിന്നിച്ചു കൊണ്ടേയിരിക്കും. അല്ലേ? നമ്മളിന്ന് കാണുന്നതാണിത്. ഭിന്നിച്ച് 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 പോവുകയാണ്. അപ്പോൾ അള്ളാഹു ഇത് ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമൂഹം ഭിന്നിച്ചു കൊണ്ടേയിരിക്കും. ഇല്ലാ മൻ റഹിമ റബ്ബക്, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർ ഒഴികെ. അപ്പോൾ ആരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർ? അത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ളാഹിയുടെ തഫ്സീറൊക്കെ പരിശോധന നോക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇഫ്തറക്കൽ യഹൂദ ഇഹ്ദാ വസബഈന ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായി പിരിഞ്ഞു. ഇഫ്തറക്ക നസാറ ഇസ്നാ വസബഈന ഫിർഖ, ക്രൈസ്തവർ 72 കക്ഷികളായി ഭിന്നിച്ചു. വതഫ്തറക്ക ഹാദിഹിൽ ഉമ്മ സലാസിൻ വസബഈന ഫിർഖ, എൻ്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലുഹാ ഫിന്നാർ, എന്നിട്ട് വിശ്വാസം പറയാണ്, കുല്ലുഹാ ഫിന്നാർ, എല്ലാ കക്ഷികളും നരകത്തിലാണ്, ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ. അപ്പോൾ സ്വാഭാവികമായി സഹാബാക്കൾ ചോദിച്ചു, മാഹിയ യാ റസൂലല്ലാഹ്, ആ രക്ഷപ്പെട്ട കക്ഷി ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ? ആ നരകത്തിൽ പോകാത്ത ആ ഒരു കക്ഷി ഏതാണ്? അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ആ ഭിന്നിക്കാത്ത കക്ഷി ഏതാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും റളിയല്ലാഹു അൻഹും ഏതൊരു മാർഗം സ്വീകരിച്ചോ ആ മാർഗം സ്വീകരിച്ചവരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർ, അവരാണ് ഭിന്നിക്കാത്ത കക്ഷി, അവരാണ് രക്ഷപ്പെട്ട കക്ഷി. അപ്പോൾ ഇവിടെയും അള്ളാഹു വ്യക്താക്കാണ്, സമുദായം ഭിന്നിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ സത്യം എങ്ങനെ കണ്ടുപിടിക്കുക? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തിൻ്റെയും മാർഗത്തിലുള്ളത്? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കുല്ലുഹാ ഫിന്നാർ എന്ന് പറഞ്ഞു. കുല്ലു, എല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ്, കണ്ടോ, ഒന്നൊഴികെ. അപ്പോൾ ഇവിടെ എന്താണ്? ഒഴിവ് പറയാണ്, എക്സെപ്ഷൻ പറയാണ്. പക്ഷെ കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദുർമാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് ബിദ്അത്തിന് ഹസനത്തിനൊഴികെ എന്ന് പറഞ്ഞില്ല. അപ്പോൾ നല്ല ബിദ്അത്തുകളില്ല. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ പണ്ഡിതന്മാർ ബിദ്അത്തുകളെ 5 ഇനങ്ങളായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. 5 തരം ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ബിദ്അത്തുകളാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഏതാണ്? അത് ഭാഷാപരമായിട്ടുള്ള രീതിയിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായോ? അല്ലാണ്ട് ശറഈയായ ബിദ്അത്തുകളെക്കുറിച്ചല്ല പറഞ്ഞത്. ശറഈയായ ബിദ്അത്ത് എല്ലാം ദലാലത്താണ്, നരകത്തിലാണ്, ദുർമാർഗ്ഗമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇന്ന് പിന്നെ കുറേ കക്ഷികളും സംഘടനകളൊക്കെ നിങ്ങൾക്ക് പറയുന്നത് കാണാം, അത് ബിദ്അത്ത് ഹസനത്താണ്, അത് ചെയ്യാം, നബി സല്ലല്ലാഹു അതങ്ങനെ ചെയ്യാം എന്നൊക്കെ എന്താണ് പറഞ്ഞിട്ട് ശറഈയായ ബിദ്അത്ത്, ദലാലത്തിലേക്ക് പോകുന്ന ബിദ്അത്തിനെ ഈ സമൂഹത്തിലെ ചില മുസ്ലിം സംഘടനകളും കക്ഷികളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഇല്ല. സഹാബാക്കളും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് നല്ല ബിദ്അത്ത്. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലും നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഭാഷാപരമാണ്, കർമ്മപരമല്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു കർമ്മപരമായിട്ട് ഒരു ബിദ്അത്തും ചെയ്തിട്ടില്ല. അത് ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് കുറിച്ച് ഭാഷാപരമായിട്ടാണ് അത് നിഅമൽ ബിദ്അ എന്ന് പറഞ്ഞത് എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം തറാവീഹ് പിന്നെ നിർബന്ധമാക്കും എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് 3 ദിവസം മാത്രം ജമാഅത്ത് നിസ്കരിച്ചിട്ട് അത് നിർത്തിയത്. പക്ഷെ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യുന്നത്? അതിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി നിർബന്ധമാക്കാൻ പോകുന്നില്ല. ദീൻ പൂർത്തിയാക്കി. ഇനി നിർബന്ധമാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് നിസ്കരിക്കാം, ഇഷ്ടമുള്ളവർക്ക് നിസ്കരിക്കാതിരിക്കാം.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഉമർ റളിയല്ലാഹു അൻഹു പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു കർമ്മപരമായിട്ട് ഒരു തറാവിയിൽ ഒരു ബിദ്അത്തും ചെയ്തിട്ടില്ല, ശർഈയായിട്ട് ഒരു ബിദ്അത്തും ചെയ്തിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിഅമൽ ബിദ്അ എന്ന് പറഞ്ഞത് ഭാഷാപരമായിട്ട് പറഞ്ഞതാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹാബാക്കൾ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സലഫുകൾ. സലഫ് എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്ന പദമാണ്. സഹീഹ് മുസ്ലിമിൽ നോക്കിയാൽ കാണാം 2450 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, നിഅമസ് സലഫ് അനലഖി, ഞാൻ നിനക്കൊരു അനുഗ്രഹീത സലഫാണ്. അതായത് ഞാൻ നിനക്കൊരു അനുഗ്രഹീത മുൻഗാമിയാണ്. അപ്പോൾ സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമി എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല സമുദായം എൻ്റെ സമുദായമാണ്, എൻ്റെ തലമുറയാണ്, പിന്നെ അതിന് ശേഷം വന്ന തലമുറ, പിന്നെ അതിന് ശേഷം വന്ന തലമുറ. ഇവർക്കാണ് സലഫുകൾ എന്ന് പറയുക, മുൻഗാമികൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും സച്ചരിതരായ മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങൾ. നേരത്തെ പറഞ്ഞ ഖുർആനിലായത്തെ സൂറത്ത് തൗബയിലെ 100 മുഹാജിറുകൾ, അൻസാറുകൾ, അവരാണ് സലഫുകൾ. പിന്നെ അവരെ പിൻപറ്റിയ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും, അവരാണ് സലഫുകൾ, മുൻഗാമികൾ. അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. അപ്പോൾ ഇതൊന്നും പുതിയ പദമല്ല. ഇന്ന് നിങ്ങൾ സംഘടനകളും കക്ഷികളുടെയും പേരുകളും നോക്കുക, അതൊക്കെ ഇന്നുണ്ടാക്കിയ പുതിയ പേരുകളാണ്. പക്ഷെ സലഫികൾ എന്ന് പറയുമ്പോൾ അത് പുതിയതല്ല. അത് സലഫ് എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്ന പദമാണ്. സലഫികൾ എന്ന് പറഞ്ഞതും അന്ന് മുതലേ പറയപ്പെടുന്നൊരു പദമാണ്. നിങ്ങൾ പൂർവികരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ സലഫികൾ എന്ന പദവും കാണാൻ പറ്റും. ഖുർആനിലും പറഞ്ഞല്ലോ, വല്ലദീന തബിയൂഹും ബിഇഹ്സാൻ, പിന്നെ ആരൊക്കെ അവരെ പിൻപറ്റിയോ, അപ്പോൾ അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. അത് അറബി ഭാഷ അറിഞ്ഞാൽ മനസ്സിലാവും. ആ സലഫിൻ്റെ കൂടെ യാ കൂട്ടിച്ചേർക്കുമ്പോഴാണ് സലഫി എന്നാവുക. അതായത് സലഫുകളെ പിൻപറ്റുന്നവർ. അപ്പോൾ അവരെ പിൻപറ്റുന്നവരാരാ? സലഫികൾ. ഇപ്പോൾ അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ. ആ ഹിന്ദിൻ്റെ കൂടെ യാ കൂട്ടിച്ചേർത്താൽ, ഹിന്ദി എന്ന് കൂട്ടിച്ചേർത്താൽ ഞാൻ ഇന്ത്യക്കാരൻ എന്നാണ് അർത്ഥം. ഞാൻ ഇന്ത്യക്കാരൻ എന്നാണ് അർത്ഥം. അപ്പോൾ സലഫി എന്ന് പറഞ്ഞാൽ സലഫുകളെ പിൻപറ്റുന്നവർ. ഇതൊന്നും പുതിയ പദമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സലഫുകളുടെ പ്രത്യേകത എന്താ? അവർ സലഫുകളുടെ വിശ്വാസവും മന്നജും പിൻപറ്റുന്നവരാണ്. അതിൽ ഐക്യത്തിലാണ്, അതിൽ ഐക്യപ്പെടണം. ഇതാണ് അള്ളാഹു ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാനിൽ 103-ാം വചനത്തിൽ പറഞ്ഞത്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. എന്താ അള്ളാഹിൻ്റെ പാശം? ഈ വിശ്വാസവും ഈ മൻഹജും. ഇതിൽ സഹാബത്ത് ആരും ഭിന്നിച്ചിട്ടില്ല, അവരെല്ലാം ഒരേ അഭിപ്രായമാണ്. വലാ തഫറഖൂ എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചു, നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പോൾ ഇതാണ്. അപ്പോൾ സഹാബത്തിൻ്റെ വിശ്വാസവും മന്നജും പിൻപറ്റുന്നവർ, അവരാണ് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചവർ, അവരാണ് ഭിന്നിക്കാത്ത കക്ഷി. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് പിന്നെ
ഇന്ന് നമുക്ക് കാണാം ചില കക്ഷികൾ തന്നെ പറയുന്നത് അത്ഭുതകരമാണ്. വിശ്വാസ കാര്യങ്ങൾ സംസാരിക്കരുത്, അത് ഭിന്നിപ്പുണ്ടാക്കുമെന്ന് അവർ പഠിപ്പിക്കുന്നു. ഔദുബില്ല. വിശ്വാസ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കും, അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന്. അങ്ങനെ വിശ്വാസ കാര്യങ്ങൾ സംസാരിക്കാത്ത ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്, ലോകത്തുണ്ട്. ഇത് ലോകത്തന്നെ ഇപ്പോൾ UK ഒക്കെ ഇങ്ങനെ നിയമങ്ങളുണ്ട്, വലിയ വലിയ സംഘടനക്കടയിൽ. ഇവിടെ വിശ്വാസ കാര്യങ്ങൾ സംസാരിക്കരുത്. വിശ്വാസ കാര്യങ്ങൾ സംസാരിച്ച് ഓരോരാളുടെ വിശ്വാസം ശരിയാക്കി അവരെ സഹാബത്ത് റളിയല്ലാഹുവിൻ്റെ വിശ്വാസത്തിലും മന്നജിലും ആക്കുമ്പോഴല്ലേ ഐക്യപ്പെടുക. വിശ്വാസകാര്യം സംസാരിക്കാതെ ഓരോരാൾക്കും ഓരോ വിശ്വാസത്തിലാകുമ്പോഴല്ലേ ഭിന്നിപ്പുണ്ടാവുക. മനസ്സിലായോ? നമ്മൾ ഈ വിശ്വാസത്തിലല്ലേ ഐക്യപ്പെടാൻ അള്ളാഹു പറഞ്ഞത്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. എന്നിട്ട് അള്ളാഹു അല്ലേ പറഞ്ഞത് ഇനി ഭിന്നിക്കരുത്. അപ്പോൾ ഇതിനെതിരായിട്ടല്ലേ ഈ മുസ്ലിം സംഘടനകളും കക്ഷികളും വിശ്വാസം ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പുതിയ തത്വങ്ങൾ കൊണ്ടുവരാം. കണ്ടോ, മനുഷ്യനിർമ്മിത തത്വങ്ങൾ കൊണ്ടുവന്നാൽ അതെപ്പോഴും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. സഹാബത്തിൽ ഓരോരാൾക്കും പല ആളുകൾക്കും പല വിശ്വാസങ്ങൾ ഉണ്ടായിട്ടില്ല റളിയല്ലാഹു അൻഹും. അവർ വിശ്വാസത്തിൽ ഐക്യപ്പെടുകയും മന്നജിൽ ഐക്യപ്പെടുകയും എല്ലാവരെയും ആ വിശ്വാസത്തിലേക്കും മന്നജിലേക്കുമാണ് ക്ഷണിച്ചിരുന്നത്. തെറ്റായ വിശ്വാസത്തിന് എതിരെ പോരാടിയവരായിരുന്നു അവർ പ്രബോധനം ചെയ്തവരായിരുന്നു തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തിയവരോട്. അപ്പോൾ അതല്ലേ നമ്മുടെ മാതൃക, അതല്ലേ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. അങ്ങനെ പിഴച്ച വിശ്വാസങ്ങളുള്ളവരെ നേരായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോഴല്ലേ സഹാബത്തിൻ്റെ ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിലും അതേപോലെ മന്നജിലാവുകയും ഐക്യപ്പെടുകയും ചെയ്യുക. മറ്റേത് ഭിന്നിപ്പുണ്ടാക്കല്ലേ ചെയ്യുക. വിശ്വാസം തിരുത്തിയിട്ടില്ലെങ്കിൽ പല ആളുകൾക്കും പല വിശ്വാസം ഉണ്ടാകുമ്പോഴല്ലേ സമൂഹത്തിൽ ഭിന്നിപ്പ് വരിക. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ മൻഹജും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെയും വിശ്വാസത്തിലും മന്നജിലും ആയിരിക്കണം. ഈ മന്നജും ഖുർആനിൽ വന്ന പദമാണ്. സൂറത്തുൽ മാഇദയിലെ 48 ലികുല്ലി ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജൻ. ഓരോ ഉമ്മത്തിനും അതിൻ്റേതായ ശരീഅത്തുമുണ്ട് മന്നജുമുണ്ട്. പിന്നെ ഈ ശരീഅത്തിനെയോ നമ്മുടെ ഈ ശരീഅത്തിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബത്ത് പഠിപ്പിച്ച മന്നജിനെയോ അതിൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റൂല. അതിലാണ് ഐക്യപ്പെടേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടത്, എങ്ങനെയാണ് ഭിന്നിപ്പ് ഒഴിവാക്കുക, എങ്ങനെ നമുക്ക് ഈ കക്ഷിത്വവും ഈ ആശയക്കുഴപ്പമൊക്കെ നീക്കുക എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം സത്യം എവിടെ കിടക്കുന്നു? അത് സഹാബത്തിൻ്റെ തഫ്സീറിലാണ് കിടക്കുന്നത്. അപ്പോൾ അതോടെ നമ്മൾ ആശയക്കുഴപ്പം നീങ്ങും. ഇപ്പോൾ ഏതൊരാൾ പ്രസംഗിക്കുന്നു, ഏതൊരു സംഘടന പ്രസംഗിക്കുന്നു, നമ്മൾ പരിശോധിക്കണം. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. നല്ല പ്രസംഗം കേൾക്കുക, അദ്ദേഹം ഖുർആൻ ഉദ്ധരിക്കുക, അദ്ദേഹം ഖുർആൻ മനപ്പാടാക്കിയ ആളാകുക, അദ്ദേഹം പിന്നെ ആയത്തുകളിങ്ങനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നും. പക്ഷെ അത് പോരാ. സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ യഅതി സമാനുൻ ഖൈറൻ, അന്ന് നബി സല്ലല്ലാഹു കാലഘട്ടത്തിൽ ഹൈറായ കാലഘട്ടത്തിൽ എന്താണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പെട്ടെന്ന് അങ്ങോട്ട് കേട്ട് നടപ്പിലാക്കും. മുസ്തരിയൻ പെട്ടെന്ന്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് സ്ഥിരീകരിക്കേണ്ട ആവശ്യമില്ല, പരിശോധിക്കേണ്ട ആവശ്യമില്ല. ബാറക്കല്ലാഹു ഫീക്കും.
വസയത്തി സമാനൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ സലഫുകൾ പറയാണ്, ഇനിയൊരു കാലം വരാനുണ്ട്, അന്ന് സംസാരിക്കുന്നത് ആരാ? വ്യക്തികളാണ്. അവർ പണ്ഡിതന്മാരായിരിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് പരിശോധിക്കണം. ആ പറഞ്ഞത് സത്യമാണോ, ആ പറഞ്ഞത് പിന്നെ അള്ളാഹു പഠിപ്പിച്ച വ്യാഖ്യാനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു പഠിപ്പിച്ച വ്യാഖ്യാനം എവിടെയാണ് കാണുക? അത് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറിലാണ് കാണുക. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, ഏത് പണ്ഡിതന്മാരാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഏത് പണ്ഡിതന്മാരാണ് പിന്നെ ഈ സഹാബത്തിൻ്റെ അക്കീദയിലും വിശ്വാസത്തിലും മൻഹജിലും ഉള്ളത് എന്നും നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് ആ പണ്ഡിതന്മാരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പിന്നെ ഇന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല പോലത്തെ പണ്ഡിതന്മാർ, പിന്നെ ഷെയ്ഖ് അബ്ദുള്ള ബുഖാരി ഹഫിദഹുല്ല പോലത്തെ പണ്ഡിതന്മാർ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് പോലത്തെ ഹഫിദഹുല്ല പോലത്തെ പണ്ഡിതന്മാർ സഹാബത്തിൻ്റെ അക്കീദയിലും മന്നജിലുമാണെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. അതേപോലെ ആധുനിക കാലത്ത് തന്നെ മരണപ്പെട്ടു പോയ കിബാറുകളും മുജദ്ദിദുകളും മുഹദ്ദിസുകളുമാണ് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല, ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെ അധ്യാപകൻ ഷെയ്ഖ് ഇമാം അസ്സാദി റഹിമഹുല്ല, അതേപോലെ ഷെയ്ഖ് അൽ ഉഹൈദാൻ റഹിമഹുല്ല, ഷെയ്ഖ് ഉബൈദുൽ ജാബിരി റഹിമഹുല്ല, ഷെയ്ഖ് റബി റഹിമഹുല്ല, ഇവരൊക്കെ ആധുനിക കാലത്ത് മരണപ്പെട്ടു പോയ കിവാറുകളായ പണ്ഡിതന്മാരാണ്. ഇവരുടെയൊക്കെ വിശ്വാസവും മൻഹജും സഹാബത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിലും മൻഹജിലും തന്നെ ആയിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഞാൻ സലഫിയാണെന്ന് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിലുണ്ടാകണം. ചിലപ്പോൾ ചില കക്ഷികളും പറയും, ചില സംഘടനകളും പറയും സഹാബത്തിനെ പിൻപറ്റണം എന്ന് പറയും, വാക്കാൽ പറയും. പക്ഷെ ജീവിതത്തിലുണ്ടോ? ഇല്ല. അവരുടെ ജീവിതം, അവരുടെ വിശ്വാസം, അവരുടെ മൻഹജ് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന് വിരുദ്ധമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ന് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില മസ്ജിദുകളുടെ പേരിട്ടത് സലഫി മസ്ജിദ് എന്നാണ്. പക്ഷെ അവരോ ഹദീസ് നിഷേധികളായിരിക്കും. എന്നിട്ട് സലഫി മസ്ജിദ് എന്നാണ് പേരിട്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ഹദീസ് നിഷേധികള, സഹീഹായ ഹദീസിനെ നിഷേധിക്കുന്നവർ എങ്ങനെയാണ് സലഫികളാവുക? ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ചില പത്രങ്ങളിൽ, ചില ഇന്നത്തെ മുസ്ലിം പത്രങ്ങൾ, ഈ പത്രങ്ങളൊക്കെ ബിദ്അത്തുകാരുടെ പത്രങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് കാണാം സലഫികൾ അങ്ങനെ ചെയ്തു, സലഫികൾ ഇങ്ങനെ ചെയ്തു എന്ന്. പക്ഷെ പരിശോധിച്ച് നോക്കിയാൽ അത് സലഫികളല്ല ചെയ്തത്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് സമൂഹത്തെ. അപ്പോൾ സമൂഹം എന്താ വിചാരിക്കുക? ഇവരാണോ സലഫികൾ? കാരണം സലഫികൾ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാത്ത കാര്യം സലഫികൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സലഫികൾ എന്ന് പറഞ്ഞാൽ അത് സലഫു സാലിഹീങ്ങളെ പിൻപറ്റുന്നവരാണ് സലഫികൾ. അതിനൊരു പ്രസിഡൻറ്റോ സെക്രട്ടറി ഒന്നുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതിനൊരു പ്രതിജ്ഞ എടുക്കലൊന്നുമില്ല. ഇസ്ലാമിൽ പ്രതിജ്ഞ ആരോടെ പാടുള്ളൂ? ഭരണാധികാരിയോടെ പാടുള്ളൂ. പണ്ഡിതന്മാരോടും വ്യക്തികളോടും പ്രതിജ്ഞ എടുക്കലില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സലഫികൾ, അവരുടെ നേതാവ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവർ പിൻപറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെയാണ്, പിന്നെ അവരെ കൃത്യമായി പിൻപറ്റുന്ന പണ്ഡിതന്മാരെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോഴേ നമുക്ക് ഈ ഭിന്നത ഒഴിവാക്കാൻ പറ്റുള്ളൂ. നമുക്ക് സത്യം ആരടുത്താണെന്ന് മനസ്സിലാക്കാനും ഇതാണ് ക്രൈറ്റീരിയ. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആയത്തുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമുക്ക് സത്യം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ആ സത്യത്തിൽ നമുക്കെങ്ങനെ ചേരാൻ പറ്റുമെന്നും. നമ്മൾ ഫാത്തിഹ നിരന്തരം ഓതുന്നവരല്ലേ, നിർബന്ധമല്ല 5 നേരം. അതിന് പുറമെ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ ഓതുന്നില്ലേ? ഈ ഫാത്തിഹയിൽ എന്താണ് നമ്മൾ പറയുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായ പാതയിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകണേ എന്ന് നിരന്തരം ദുആ ചെയ്യാണ്. ഈ സിറാത്ത് എന്താ? അത് ഏകവചനാണ്. സിറാത്ത് ഏകവചനാണ്, ബഹുവചനല്ല. അപ്പോൾ സിറാത്ത് ഒറ്റപ്പാതയാണ്, നേരെ ചൊവ്വായ പാത. ആ പാത ഒറ്റപ്പാതയാണ്, കുറേ വഴികളില്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അത് അള്ളാഹു അനുഗ്രഹിച്ച പാതയാണ്. അതാരാ ആ അനുഗ്രഹിച്ച പാത ഏതാണ്? ഇത് സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അത് സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും നബിമാരും പോയ മാർഗങ്ങളാണ്. അപ്പോൾ പ്രവാചകന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും റളിയല്ലാഹു അൻഹും പോയ മാർഗമാണത്. അതാണ് അള്ളാഹു അനുഗ്രഹിച്ച പാത. അത് ഒറ്റ പാതയാണ്, കുറേ പാതയില്ല. അപ്പോൾ കുറേ സംഘടനകൾ എല്ലാം ശരി എന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇതൊന്നും കൂടി വ്യക്തമാക്കിയിട്ട് സൂറത്ത് അന്നാമിൽ പറയുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീം, തീർച്ചയായും ഇതാണ് സിറാത്തി മുസ്തഖീം, എൻ്റെ നേരെ ചൊവ്വായ പാത. ഇവിടെയും സിറാത്ത് ഏകവചനാണ്, ഒറ്റ പാതയേ ഉള്ളൂ. അത് പ്രവാചകന്മാരും സഹാബത്ത് റളിയല്ലാഹു അൻഹും പോയ വഴിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഫത്തബിയൂഹു, നിങ്ങൾ ആ പാത അത് പിൻപറ്റുക. ഇവിടെ ഹു എന്ന ലമീർ സർവനാമം ഏകവചനാണ്. ആ ഒറ്റ പാത പിൻപറ്റാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വല തത്തബിയുസുബുല, ഭിന്ന മാർഗങ്ങൾ പിൻപറ്റരുത്. കണ്ടോ, ഭിന്ന മാർഗങ്ങൾ, ഇവിടെ ബഹുവചനം പറഞ്ഞു, സുബുല. അപ്പോൾ പിഴച്ച വഴികൾ ധാരാളമുണ്ട്. സത്യത്തിൻ്റെ പാത ഒറ്റപ്പാത, ആ പാത നമ്മൾ പിൻപറ്റാനുള്ള കൽപ്പിക്കുകയാണ്. അതല്ലാത്ത ഭിന്ന മാർഗങ്ങൾ പിൻപറ്റരുത്. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ തഫ്സീറിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഈ ഭിന്ന മാർഗങ്ങൾ ഏതാ? അത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ബിദ്അത്തിൻ്റെയും ദലാലത്തിൻ്റെയും കക്ഷികളാണ്. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ ഇതും ഖുർആനിൽ മനപ്പാടാക്കിയവർക്കൊക്കെ ഇത് ഓർമ്മയിൽ വരും. ഈ വചനങ്ങൾ മിനദ്ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക്. അപ്പോൾ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞപ്പം ബഹുവചനം ഉപയോഗിച്ച്. അപ്പോൾ തെറ്റായ വഴികൾ ധാരാളമുണ്ട്, ഇരുട്ടുകൾ ധാരാളമുണ്ട്. ഇലന്നൂർ, പ്രകാശത്തിലേക്ക്. ആ പ്രകാശം ഒന്നേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ആ ഒറ്റപ്പാത, ആ സിറാത്തുൽ മുസ്തഖീം എന്ന ആ നേരെ ചൊവ്വായ പാതയിലേക്കാണ് നമ്മൾ എല്ലാവരും പോകേണ്ടത്, ഐക്യപ്പെടേണ്ടത്. അതാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസവും മൻഹജും. ബാറക്കല്ലാഹു ഫീക്കും.
അതിലാണ് ഐക്യപ്പെടേണ്ടത്. പിന്നെ ഭിന്നിക്കാൻ പാടില്ല. ഇതിൽ ഐക്യമില്ലാത്തവർ, തെറ്റായ വിശ്വാസമുള്ള കക്ഷികൾ, തെറ്റായ മന്നജുള്ള കക്ഷികൾ, സംഘടനകൾ, അവർ സിറാത്തൽ മുസ്തഖീമിലല്ല. അവരാണ് ഭിന്നിച്ച കക്ഷികൾ. അവരാണ് കുല്ലുഹാ ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിലേക്ക് പോകുന്ന കക്ഷികൾ, നരകം കൊണ്ട് താക്കീത് ചെയ്ത കക്ഷികൾ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സംഘടനകളുടെ പിന്നാലെ പോകുമ്പോഴും കക്ഷികളുടെ പിന്നാലെ പോകുമ്പോഴും. കാരണം ഇത് സ്വർഗവും നരകവും തമ്മിലുള്ളതാണ്. നാളെ പരലോകത്ത് രക്ഷയും ശിക്ഷയും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നല്ല പ്രസംഗങ്ങൾ കേട്ട് ആവേശം കൊണ്ട് പിന്നെ നല്ല കുത്തുബകൾ കേട്ട് ഒന്നും നമ്മൾ വഞ്ചിതരാകരുത്. നമ്മൾ പരിശോധിക്കണം. ഈ നല്ല കുത്തുബ പറഞ്ഞ വ്യക്തി, പറഞ്ഞ പണ്ഡിതൻ, നല്ല ക്ലാസ് എടുത്ത പണ്ഡിതൻ, അദ്ദേഹം സഹാബത്തിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് തന്നെയാണോ പറഞ്ഞത്? അതേ വ്യാഖ്യാനാണോ പറഞ്ഞത്? അതോ അതിനെതിരായിട്ടാണോ പറഞ്ഞത്? ബാറക്കല്ലാഹു ഫീക്കും. ഇനി തഫ്സീറിൽ പറഞ്ഞത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ആധുനിക വിഷയങ്ങൾ കുറേ ഉണ്ട്. അപ്പം എന്താ, ആധുനിക വിഷയങ്ങളൊക്കെ പറയാം. സഹാബത്തിൻ്റെ ഒരു തഫ്സീറിൽ പിന്നെ 2 വരിയെ വിശദീകരണം ഉള്ളുവെങ്കിൽ നമുക്ക് 10 വരികൾ പറയാം. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടത്? സഹാബത്ത് റളിയല്ലാഹുവിൻ്റെ തഫ്സീറുള്ളതിന് വൈരുദ്ധ്യമാകാൻ പാടില്ല. വൈവിധ്യമാകാം. എങ്ങനെ? ഇപ്പം സഹാബത്തിൻ്റെ തഫ്സീറിൽ അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞപ്പം അതിൻ്റെ വിശദീകരണത്തിൽ നിസ്കാരം എന്നാണ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നോമ്പെന്നും പറയാം, ഹജ്ജെന്നും പറയാം. കാരണം നോമ്പും ഹജ്ജും അമലു സാലിഹാത്താണ്. ആ ആയത്തുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അമലു സാലിഹാത്തിനെ സഹാബത്തിൻ്റെ തഫ്സീറിൽ നിസ്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് പറയാം, ഹജ്ജ് പറയാം. ഇത് വൈവിധ്യമാണ്, വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യം പറയാൻ പാടില്ല, എതിര് പറയാൻ പാടില്ല. ആ രീതിയിൽ സഹാബത്തിൻ്റെ തഫ്സീറിൽ ഉള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുമില്ല. കൂടുതൽ ആഴത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, വിശദീകരിച്ച് കൊടുക്കാം. ആധുനിക വിഷയങ്ങളൊക്കെ പറയാം. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സഹാബത്ത് റളിയല്ലാഹുവിൻ്റെ തഫ്സീറിന് എതിരാകാൻ പാടില്ല, വൈരുദ്ധ്യമാകാൻ പാടില്ല, വൈവിധ്യം ആകാം. ബാറക്കല്ലാഹു ഫീക്കും. ഞാനിവിടെ നിർത്താണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.